പാലക്കാട് മംഗലം ഡാമിന്റെ നീരൊഴുക്ക് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ തുറന്നു. തുടർച്ചയായ മഴയെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് അപകടനില കടന്ന സാഹചര്യത്തിലാണ് 6 സ്പിൽവേ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ തുറന്നത്. അണക്കെട്ടിലെ വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയുമാണ്. പാലക്കാട് തൃത്താല വെളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 20 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, പാലക്കാടും സ്ഥിതി വ്യത്യസ്തമല്ല, മഴ ശക്തം തന്നെയാണ്. ഒപ്പം ഈ മംഗലം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ എങ്ങനെയാണ് തീരവാസികൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ? രാഖി, പാലക്കാട് ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത മഴ തന്നെയാണ് പെയ്യുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് മഴ കനത്ത രീതിയിൽ പെയ്യുന്നത്. നഗരത്തിൽ ഇപ്പോൾ അല്പം നേരം മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്, ചാറ്റൽ മഴയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം രാവിലെ മുതൽ തന്നെ നഗരത്തിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യുകയായിരുന്നു. നിലവിൽ ഏതായാലും മഴ ശക്തമായതോടുകൂടെ വിവിധ ഷട്ടറുകൾ, ഡാമുകളുടെ ഷട്ടറുകളും മറ്റും തുറന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മംഗലം ഡാമിന്റെ ഷട്ടറാണ് ആദ്യം തുറന്നത്. രാവിലെ 10 മണിക്ക് ശേഷമാണ് മംഗലം ഡാമിന്റെ 6 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം തുറന്നിരിക്കുന്നത്. മംഗലം ഡാമിലെ പരമാവധി ജലനിരപ്പ് എന്നുള്ളത് 77.88 മീറ്റർ ആണ്. ഇപ്പോൾ നിലവിൽ ജലനിരപ്പ് എന്ന് പറയുന്നത് 77.53 മീറ്ററിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഡാമിന്റെ 6 ഷട്ടറുകളും തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇനിയും ഇപ്പോൾ ഈ 5 സെന്റിമീറ്റർ എന്നുള്ളത് മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ കൂടുതൽ ഉയർത്താൻ, ഏകദേശം ഒരു 60 സെന്റിമീറ്റർ വരെ ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശത്തുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം. പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പുഴയിൽ മീൻ പിടിക്കുന്നതിനോ മറ്റോ ഇറങ്ങുന്ന ആളുകളായിക്കോട്ടെ, എല്ലാം ജാഗ്രത പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറും സമാനമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഈ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിൽ 20 ഷട്ടറുകളുണ്ട് തൃത്താലയിൽ. ആ 20 ഷട്ടറുകളും ഇപ്പോൾ ശക്തമായ മഴയെ തുടർന്ന് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടെ ഈ 20 ഷട്ടറുകളും വെള്ളിയാങ്കല്ലിന്റെ തുറന്നിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഒപ്പം തന്നെ ഇനി മറ്റ് ഡാമുകളിലെയും ജലനിരപ്പുകൾ വീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് വിവിധ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ജില്ലാ കളക്ടറും ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. മഴ ഇങ്ങനെ കനത്ത രീതിയിൽ തുടരുകയാണെങ്കിൽ അവിടുത്തെയും മറ്റ് ഡാമുകളുടെയും ഷട്ടറുകൾ ഉയർത്തുന്ന സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ്. മാത്രമല്ല, മലയോര മേഖലയിൽ ഈ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലമ്പുഴ കവ പ്രദേശത്തേക്ക് വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ നെല്ലിയാമ്പതി മലമേഖലയിലേക്കും കടക്കുന്നതിന് വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ വിനോദസഞ്ചാരികളെ മലമ്പുഴ കവിയിലേക്കാണെങ്കിലും അല്ലെങ്കിൽ നെല്ലിയാമ്പതിയിലേക്കാണെങ്കിലും കടത്തിവിടില്ല എന്നുള്ളൊരു അറിയിപ്പാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും മഴ ഇങ്ങനെ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മഴയിലെ നാശനഷ്ടങ്ങളും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പാലക്കാട് നഗരത്തിൽ ഒരു വീട് മഴയിൽ നിലംപതിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മണ്ണാർക്കാട് അലനല്ലൂർ ഭാഗത്ത് അവിടെ ചെറിയ പാലങ്ങളും മറ്റുമൊക്കെ കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കല്ലടിക്കോട് മേഖലയിലും അവിടുത്തെ തുപ്പനാട് പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ചെറിയ പാലങ്ങൾ ഈ പുഴയുടെ ഭാഗത്തും വെള്ളത്തിനടിയിലായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. നിലവിൽ ഏതായാലും മംഗലം ഡാമിന്റെ ഷട്ടറുകളും അതുപോലെ തന്നെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകളും ഉൾപ്പെടെയാണ് തുറന്നിരിക്കുന്നത്.